നമസ്കാരം. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും പ്രധാന ചോദ്യവും ചർച്ചാ വിഷയവും. കേരളത്തിലെ ജനത്തോട് നമ്മൾ ചോദിക്കുകയാണ്, ആരായിരിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? എനിക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മുടെ നാട്ടിലെ 90% ആൾക്കാരും പറയും ശ്രീ വി.ഡി. സതീശനായിരിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കാരണം അദ്ദേഹമായിരുന്നു കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. എന്നാൽ നമുക്കറിയാം, ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം അതിന് ശ്രമിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. ശ്രീ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി അഭൂതപൂർവമായിട്ട് കൂടുതലായിരുന്നു. കാരണം അദ്ദേഹം അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ പക്ഷേ അധികാരത്തിൽ നിന്നും ഇറക്കണമെന്ന് ആ സമയത്ത് ചില കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവർ പ്രവർത്തിച്ചു, ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചു. അങ്ങനെ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഉറപ്പായിട്ടും കിട്ടുമായിരുന്ന ഒരു തുടർഭരണം അവരുടെ പ്രവർത്തനം മൂലം ഇല്ലാതായി. അങ്ങനെയാണ് ശ്രീ പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ശ്രീ പിണറായി വിജയന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി തന്നെ തുടരും എന്ന കാര്യത്തിൽ CPM മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ സംഭവിക്കരുതെന്ന് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾക്കായിരുന്നു ആഗ്രഹം, നിർബന്ധം. അവരതനുസരിച്ച് പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് ശ്രീ വി എം സുധീരൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, അവരുടെ ശ്രമം വിജയിച്ചു. ഉമ്മൻചാണ്ടിക്കും UDF-നും തുടരാൻ സാധിച്ചില്ല. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് മാറി. LDF അധികാരത്തിൽ വന്നു 2016. ആ സമയത്ത് പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അങ്ങനെ 5 കൊല്ലം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള മോഹം ആ സമയത്ത് നടന്നില്ല. ഒരുപക്ഷെ UDF-ന് ഒരു തുടർഭരണം കിട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് സാധിച്ചെടുക്കാൻ പറ്റുമായിരുന്നേനെ. എന്തു തന്നെയായാലും ശരി, ഉമ്മൻചാണ്ടിയെ അവർ അവഹേളിച്ച് അദ്ദേഹത്തിൻ്റെ പേര് പൊതുജനമധ്യത്തിൽ നശിപ്പിച്ചപ്പോൾ ജനങ്ങൾ UDF-നെതിരെ തിരിഞ്ഞു, ജനങ്ങൾ LDF-നെ തിരഞ്ഞെടുത്തു. 2021 വന്ന തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുവർണമായ അവസരമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ 5 കൊല്ലത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള പ്രവർത്തനം ശരിയല്ലായിരുന്നു എന്ന് തെളിയിക്കത്തക്ക വിധത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. സാധാരണ മട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് ദശകങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, 5 കൊല്ലം UDF ഭരിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലം LDF, അതിനടുത്ത കൊല്ലം വീണ്ടും UDF. ഈ ഒരു പാറ്റേൺ ആയിരുന്നു കുറേയേറെ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2021 തീർച്ചയായിട്ടും UDF ആയിരുന്നു അധികാരത്തിൽ വരേണ്ടിയിരുന്നത്. പക്ഷെ സംഭവിച്ചത് നേരെ മറിച്ചാണ്. LDF തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു, അതും മൃഗീയമായ ഭൂരിപക്ഷത്തോടെ. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ കിട്ടിയ ഏറ്റവും മനോഹരമായ അവസരം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രവർത്തന മികവ് മൂലം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ വെച്ച് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തു. LDF-ന് തുടർഭരണം കിട്ടിയതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന ആൾ ഇനിയും ആ കസേരയിൽ തുടരാൻ യോഗ്യനല്ല. അങ്ങനെ അവർ വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. ആ തീരുമാനം വളരെ കറക്റ്റായിരുന്നു, അത് ഉചിതമായ തീരുമാനമായിരുന്നു എന്ന് ഇപ്പോൾ 2026 നടന്ന തിരഞ്ഞെടുപ്പ് തെളിയിച്ചു. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് മാറുന്ന സമയത്ത് അദ്ദേഹം ഹൈക്കമാൻഡിനോട് പറഞ്ഞിരുന്നു, ഞാൻ UDF-നെ തിരികെ അധികാരത്തിലേക്ക് കൊണ്ടുവരും. അത് വെറുതെ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയപ്പോൾ പറഞ്ഞൊരു ഭംഗിവാക്കാണ് എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ച് കാണും. പക്ഷേ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു, അദ്ദേഹം അതനുസരിച്ചാണ് പ്രവർത്തിച്ചത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത്, തിരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, UDF തിളക്കമാർന്ന ഒരു വിജയം നേടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കും. അദ്ദേഹവും വെള്ളാപ്പള്ളി നടേശനുമായിട്ടൊക്കെ തമ്മിൽ നടന്ന തർക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറയും, തിളക്കമാർന്ന ഒരു വിജയം, എങ്ങനെയെങ്കിലും UDF കഷ്ടിച്ച് ജയിച്ച് കയറുക എന്നുള്ളതല്ല, തിളക്കം മാറുന്ന ഉജ്ജ്വലമായ ഒരു വിജയം UDF-ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നാണ്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, UDF 100-ലധികം സീറ്റുകൾ നേടും. അപ്പോഴും പലരും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു, ആരും വിശ്വസിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അദ്ദേഹത്തിന് ജനങ്ങളുടെ പൾസ് അറിയാമായിരുന്നു. തീർച്ചയായിട്ടും LDF-നെതിരെ ഒരു ജനവികാരം ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം UDF-ന് ഇത്ര വലിയൊരു വിജയം കിട്ടില്ല. UDF-ൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൃത്യമായിട്ടുള്ള മറ്റ് കണക്കൂട്ടലുകളും
ജനങ്ങളോടുള്ള സമ്പർക്കവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ളൊരു വിജയം കിട്ടുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു വിജയം നേടിയെടുക്കാൻ വേണ്ടതൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ ശരിയായി. UDF അവർ പോലും വിശ്വസിക്കാത്ത തരത്തിലുള്ള ഒരു വൻ വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണം എന്ന് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല പറയാനേ പാടില്ലാത്തതാണ്. 2021 അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ടായിരുന്നു. കാരണം അദ്ദേഹമായിരുന്നു പ്രതിപക്ഷ നേതാവ്. ആ ഇലക്ഷനിൽ UDF അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല, അദ്ദേഹം തന്നെ ആകുമായിരുന്നു മുഖ്യമന്ത്രി. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവാം, ഇനിയും ഒരു ബാല്യം മുഖ്യമന്ത്രിയാകാനായിട്ട് എനിക്കില്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുമോ ജയിക്കില്ലയോ എന്നുറപ്പില്ല, അഥവാ ജയിച്ചാൽ തന്നെ ഏത് വ്യക്തിയാണോ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് അയാൾ തന്നെ ആ കസേരയിൽ തുടരാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ചാൻസ് ഇനി തനിക്കുള്ളൂ എന്ന് കരുതിക്കൊണ്ടായിരിക്കണം ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പണ്ട് തൊട്ടേ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ ഒരു MP ആണ്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ വലിയ റോളൊന്നുമില്ല. അദ്ദേഹം ഒരു MLA യുമല്ല. എന്നിട്ടും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? എൻ്റെ അനുമാനം ശരിയാണെന്നുണ്ടെങ്കിൽ KC വേണുഗോപാലിനെ കൊണ്ട് ഇത് പറയിക്കുന്നത് ഹൈക്കമാൻഡ് തന്നെയാണ്. കാരണം KC വേണുഗോപാൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് രമേശ് ചെന്നിത്തലയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു പാരയായിട്ട് മാറുകയാണ്. രണ്ടുപേര് ഇപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമാണെന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കാൻ ഒരല്പം പ്രയാസമാണ്, ഒരാളെ പിണക്കേണ്ടി വരും. എന്നാൽ മൂന്നാമത് മറ്റൊരു വലിയ നേതാവ് തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞു വരുമ്പോൾ അവർക്ക് തീരുമാനമെടുക്കാൻ ഏറെക്കുറെ എളുപ്പമാണ്. അവരുടെ മനസ്സിലുള്ള മുഖ്യമന്ത്രി ഡെഫിനറ്റായിട്ടും ശ്രീ VD സതീശനാണ്. പക്ഷേ VD സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമേ രംഗത്തുള്ളെങ്കിൽ രമേശ് ചെന്നിത്തലയെ തഴയുന്നത് അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടാക്കും. എന്നാൽ KC വേണുഗോപാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആ രണ്ടുപേരോടും നിങ്ങൾ മാറി നിൽക്കുക, ഇദ്ദേഹമായിരുന്നു പ്രതിപക്ഷ നേതാവ്, ഇദ്ദേഹം ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ആർക്കും പരാതി പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു അനുമാനം ശരിയാണെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ വേണ്ടി മുൻകൂറായിട്ട് ഹൈക്കമാൻഡ് എടുത്ത ഒരു തീരുമാനപ്രകാരമാണ് KC വേണുഗോപാൽ ഈ അവകാശവാദം ഉന്നയിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിനും അറിയാം VD സതീശൻ തന്നെയാണ് ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യൻ. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ ഇലക്ഷനിൽ UDFന് വേണ്ടി പ്രവർത്തിച്ചത്, കൃത്യം പ്ലാനിങ്ങോടെ പ്രവർത്തിച്ചത്. പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന അദ്ദേഹത്തിന് തന്നെയാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യതയും. ഇനി ഇതെല്ലാം മറന്നുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തെങ്കിലും ഒരു മണ്ടൻ തീരുമാനമെടുത്താൽ രാജ്യവ്യാപകമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനപിന്തുണ കേരളത്തിൽ നഷ്ടപ്പെടും. അതിനപ്പുറമൊന്നും സംഭവിക്കാനില്ല. താങ്ക് യു.